ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായില്ലേ നമ്മുടെ ഷോർട്സും വീഡിയോ ഒന്നും എല്ലാം കണ്ടിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പം ഷോർട്സും വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ ഇതിന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ മുത്തപ്പൻകാവിലേക്ക് പോവുകയാണ്. നമ്മൾ വീട്ടുകൂടൽ കഴിഞ്ഞ സമയത്തെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ മുത്തപ്പൻകാവിൽ തൊഴാൻ വേണ്ടി പോകണം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒത്തു വന്നില്ല. അതാ ഞങ്ങളിതാ പോകുമ്പോൾ ഭഗവതിയാവിൽ തൊഴുതിട്ടാണ്, ഇവിടെ ഞങ്ങൾ ഇറങ്ങിയ അമ്പലത്തിൽ തൊഴുതിട്ടാണ്. അപ്പോൾ അതായത് ഞങ്ങൾക്ക് പറ്റുമ്പോൾ കണ്ണനുണ്ടാവില്ല. ഇവിടെ കണ്ണൻ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരും. അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുനിന്ന് പോവുകയാണ്. ശ്യാമേട്ടൻ 2 തവണ ബോട്ടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ സനുവും ഞങ്ങളും ഒക്കെ കൂടെ സാറ്റർഡേ അങ്ങോട്ട് ഇറങ്ങി. ഞങ്ങൾ ഇത്ര ലേറ്റ് ആയതെന്താണെന്ന് വെച്ചാൽ തലേ ദിവസം മക്കൾക്ക് സ്കൂളിൽ ആനുവൽ ഡേ ആയിട്ട് അവർ കിടക്കാനൊക്കെ ലേറ്റായി, ഡാൻസിൻ്റെ പ്രാക്ടീസും കാര്യമൊക്കെ ആയിട്ട് പിന്നെ കുറച്ച് ലേറ്റായി ഇറങ്ങാൻ. എന്നാലും എന്തായാലും പോകാൻ ഇറങ്ങിയതല്ലേ, ഇറങ്ങാമെന്ന് തന്നെ കരുതി. അപ്പോൾ അത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് എത്തി ഞങ്ങളിതാ കാലൊക്കെ കഴുകി. ഞങ്ങളെ കൂടെ ദീപികേൻ്റെ അമ്മയും കൂടെ ഉണ്ട്. ദീപികയും സനുവും അച്ഛനും അമ്മയൊക്കെ നേരത്തെ ഞങ്ങൾക്ക് മുമ്പേ കുറച്ച് നേരത്തെ എത്തി അവർ തൊഴുത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. മക്കളാരും കഴിച്ചില്ല, അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കുറച്ച് കഴിച്ചു. ദീപിൻ്റെ അമ്മയ്ക്ക് എന്തായാലും കഴിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അവരെ കൂടെ പോയി. നല്ല വെയിലാണ്. സനു ചോദിക്കുന്നുണ്ട് വള, കമ്മൽ, പൊട്ട്, മാല ഒന്നും വേണ്ടേന്ന്. എനിക്ക് പൊതുവേ ഈ ചന്തയിൽ കയറി ഇറങ്ങാൻ സാധനം വാങ്ങിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അവൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് അവനൊരു കമ്മൽ വാങ്ങിച്ചു തന്നു. പിന്നെ അവിടെ നിന്ന് നമ്മുടെ റീനാസ് കലവറ എന്ന് പറഞ്ഞ ചാനലിലെ റീന മാഡത്തിനെ കണ്ടു, സംസാരിച്ചു. നല്ല ചേച്ചി, അങ്ങനെ ഒരു ജാടയൊന്നുമില്ല, നല്ല രീതിയിൽ സംസാരിച്ചു. പേര്, വീട് ഒക്കെ ചോദിച്ചു. ഇവർ വളരെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം കൊണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല നിലയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ജോഷ് ടോക്കിൽ ഇവരുടെ ഒരു ഇൻ്റർവ്യൂ അല്ല, അവർ തന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരോട് വല്ലാത്തൊരു റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട്. അത്രയും കഷ്ടപ്പെട്ടിട്ട് ഈ നിലയിലെത്തിയല്ലോ അവർ, ജീവിക്കാൻ വേണ്ടി അത്രയും കഷ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അതാ എൻ്റെ അടുത്ത് ചാനൽ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ ചെറിയ രീതിയിൽ തുടങ്ങുകയെന്ന് പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ചെറുതല്ലേ വലുതാവുന്നതെന്നൊക്കെ പറഞ്ഞ് നല്ലൊരു മോട്ടിവേഷൻ എനിക്ക് തന്നിട്ടാണ് എന്നെ പറഞ്ഞു വിട്ടത്. ഞാൻ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട് ചേച്ചീൻ്റെ അടുത്ത്. ആ ചേച്ചീൻ്റെ ഇൻ്റർവ്യൂ കണ്ടു എന്നൊക്കെയാണെന്ന് തോന്നുന്നു ഞാൻ പറയുന്നത്. അങ്ങനത്തെ ചേച്ചി എനിക്ക് നമ്പറൊക്കെ തന്നു. ചേച്ചീൻ്റെ ഹസ്ബൻഡിനോട് വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഹസ്ബൻഡ് അപ്പുറത്ത് തന്നെ ഉണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. മക്കളെയൊക്കെ പേരൊക്കെ ചോദിച്ചു, മക്കളൊക്കെ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ച് അങ്ങനെ കണ്ടതിൽ വളരെ സന്തോഷമാണ്. ചേച്ചീനെ പരിചയപ്പെട്ടതിൽ സന്തോഷം. എനിക്ക് നമ്പർ തന്ന്, നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാൻ പറഞ്ഞ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കണ്ണൂർ മിംസൊക്കെ കഴിഞ്ഞ് അങ്ങനെ വരികയാണ്. അപ്പം മക്കൾക്കൊക്കെ നല്ല വിശപ്പുണ്ട്. ഞങ്ങൾ നല്ല ഹോട്ടൽ നോക്കി അവസാനമാണ് ഞങ്ങൾ വടകര MRA കയറാമെന്ന് ഇങ്ങനെ തീരുമാനം. ഞങ്ങൾ 2 വണ്ടിയിലായതുകൊണ്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, എവിടെയാണ് കയറേണ്ടത്, നിങ്ങൾ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അവസാനം അതാ ഞങ്ങൾ MRAയിലെത്തി. സനു പറയും മക്കൾ നമ്മുടെ കൂടെ വരുന്നത് ഈ യാത്രയുടെ സ്ഥലങ്ങൾ കാണാനോ ഒന്നുമല്ല, അവർ വരുന്നത് ഭക്ഷണം കഴിക്കാനാണെന്ന്. ഞാൻ പറയും മക്കൾ കൂടെ ഉള്ളതുകൊണ്ട് നമുക്കും ഒരു സന്തോഷമായില്ലേ. മക്കളുടെ ഈ ഒച്ചയും വിളിയും ബഹളവും കളിചിരികളും ഒക്കെ ആകുമ്പോൾ അതല്ലേ നമുക്കൊരു സന്തോഷം. അങ്ങനെ തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഓരോന്നൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പം ഞാൻ 2 തണൽ മരങ്ങളുടെ ഇടയിലാണ് ഇരിക്കുന്നത്, സനുവിൻ്റെയും ശ്യാമേട്ടൻ്റെയും ഇടയിൽ. അതൊരു പ്രത്യേക സുരക്ഷിതത്വമാണല്ലേ. അച്ഛനുണ്ട് എൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വരികയാണ്. അവർ ദർശനവും ഞങ്ങളെ വണ്ടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ തിരിച്ച് ആ വണ്ടിയിൽ തന്നെ പോയി. അവർ തിക്കോടിയിലേക്കും പോയി, ഞങ്ങൾ ഇങ്ങോട്ടും വന്ന് ഞങ്ങളെ വണ്ടിയിൽ ദീപികൻ്റെ അമ്മയും കൂടെ ഉണ്ടായിരുന്നു. അമ്മേനെ ഞങ്ങൾക്ക് ബട്ടറോട് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഇതാ കൊയിലാണ്ടി സ്റ്റാൻഡൊക്കെ കടന്ന് നമ്മളിതാ നമ്മളെ യശസ്സിയിലേക്ക് വരികയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ വെങ്ങളം ബ്രിഡ്ജാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ കോരപ്പുഴ ബ്രിഡ്ജ് എത്തും. കോരപ്പുഴ ബ്രിഡ്ജൊക്കെ ഇപ്പം നല്ല നന്നാക്കിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടില്ലേ, നല്ല ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയാണ് രാത്രി ഇങ്ങനെ വരുന്ന സമയത്ത്. അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് കയറാൻ പോകണം. ഏകദേശം നമ്മളൊരു 7:30-7:45 നമ്മൾ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത്. അപ്പോൾ എത്ര നല്ല യാത്രയാണെങ്കിൽ എവിടെ പോയാലും വീട്ടിലെത്തുമ്പോൾ നമുക്കൊരു വേറെ തന്നെ ഒരു സന്തോഷമാണല്ലേ. എത്ര നല്ല മനോഹരമായ സ്ഥലമാണെങ്കിൽ രാത്രിയാകുമ്പോൾ എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. ഞങ്ങൾ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് വിളക്ക് കണ്ട് ഇറങ്ങിയാണ് തിരിച്ച് ഞങ്ങൾ വരുന്ന സമയത്ത് വൈകുന്നേരം അമ്പലത്തിൽ നിറവിളക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഒരു സന്തോഷം, നമ്മൾ പോകുമ്പോൾ തൊഴുത് ഇറങ്ങിയതല്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിലേക്ക് കയറുകയാണ്.